ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം വായിക്കാം. நீ பூமியிலிருந்து எடுக்கப்பட்டபடியால் நீ பூமிக்கு திரும்ப மட்டும் உன் முகத்தின் வேர்வையால் ஆகாரம் புசிப்பாய். നീ മണ്ണായി ഇരിക്കായി മണ്ണിക്ക് തിരുമ്പുവായി என்றார். നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങനെ ലംഘിച്ചത് തന്നെ, അനുസരണക്കേട് കാണിച്ചത് തന്നെ താഴ്മയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത് താഴ്മയെക്കുറിച്ചാണ്. ആ സന്ദേശം നിങ്ങളുടെ എത്ര പേരുടെ ജീവിതത്തിൽ സ്വാധീനങ്ങൾ ഉണ്ടാക്കി? കരങ്ങൾ ഉയർത്താമോ? ഉണ്ടാക്കി. വെരി ഗുഡ്. ചിലർക്ക് അതിനെക്കുറിച്ച് ഓർമ്മ പോലും കാണില്ല. വചനത്തെക്കുറിച്ചൊരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ വേണം. വചനത്തെക്കുറിച്ച് ചിന്ത നമുക്ക് വേണം. ആമേൻ. ഞാൻ പോട്ടെ. സ്തുതിയോടെ സ്തോത്രത്തോടെ കർത്താവിൻ്റെ പാദത്തിലിരിക്കണം. ഹല്ലേലൂയ. എല്ലാവരും ജീവനോടെ ഇരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല, ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല. ശ്രദ്ധയോടെ സ്തുതിയോടെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കേണ്ടുന്ന സമയം. ഹല്ലേലൂയ. പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, അവരെ നോക്കി ചിലപ്പോൾ മാതാപിതാക്കൾ പറയാറുണ്ടാവും, നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലല്ലോ, പഠിക്കുന്ന പണി മാത്രമല്ലേ ഉള്ളൂ എന്ന്. ഓക്കെ, ഒരുപക്ഷെ മേസ്ത്രി പണി ചെയ്യുന്ന, വളരെ ശാരീരികമായി വളരെയധികം അധ്വാനിക്കുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ കുട്ടികളെ നോക്കി പറയും, ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നിനക്ക് പഠിച്ചാൽ മതിയല്ലോ, നിനക്ക് വേറെ ഒരു ജോലിയുമില്ലല്ലോ എന്ന്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, പഠിക്കുക എന്ന് പറയുന്നത് ഈ ശാരീരികമായി വളരെ അധ്വാനിക്കുന്നതിനേക്കാളും വളരെയധികം എനർജി ആവശ്യമുള്ള ഒരു അധ്വാനമുള്ളൊരു കാര്യമാണ് ഈ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, അതറിയാമോ നിങ്ങൾക്ക്? ഒരു ശരീരത്തിൽ ഹെൽത്തില്ല എങ്കിൽ, മനസ്സിന് ഹെൽത്തില്ല എങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഞാനതെന്തിനാ ഇപ്പോൾ പറയുന്നേ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വചനം പഠിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ തിരുവചനം ഏറ്റെടുക്കുകയാണ്. ഈ സമയം നമുക്ക് ശരീരത്തിലും ആരോഗ്യം വേണം, മനസ്സിലും ആരോഗ്യം വേണം. അപ്പോൾ സ്തുതിയോടെ സ്തോത്രത്തോടെ വചനം ഏറ്റെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ശരീരത്തിലും മനസ്സിലും ഹെൽത്ത് ഇല്ലാതിരിക്കുന്നവർക്ക് വചനം ഉള്ളിൽ ഇറങ്ങില്ല. മറ്റൊരു വിഭാഗക്കാർക്കും വചനം ഉള്ളിൽ ഇറങ്ങുന്നില്ല. ഈ ലോകത്തിൻ്റെ പ്രഭു ഹൃദയത്തെ ഇരുട്ടാക്കി വച്ചിരിക്കുന്നവർക്കും വചനം ഉള്ളിൽ ഇറങ്ങില്ല. മറ്റൊരു കൂട്ടർക്കും വചനം ഉള്ളിൽ ഇറങ്ങില്ല. ദൈവത്തോട് വളരെ അനുസരണക്കേടുകൾ കാണിച്ചതിൻ്റെ ഫലമായി ദൈവം തന്നെ ഹൃദയത്തെയും കണ്ണുകളെയും ചെവികളെയും അടച്ചു വച്ചിരിക്കുന്നവർ ചില കൂട്ടരുണ്ട്. അവർക്കും വചനം ഉള്ളിൽ ഇറങ്ങില്ല. എന്നാൽ എല്ലാവർക്കും ഒരു പരിഹാരമുണ്ട്. താഴ്മ ധരിച്ചാൽ ഈ എല്ലാ സിറ്റുവേഷനിൽ നിന്നും വിടുതൽ പ്രാപിച്ച് വചനം ഉള്ളിൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും കഴിയും. ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രഭു ഹൃദയത്തെ ഇരുട്ടാക്കിയതാണോ? അനുസരണക്കേടുകൊണ്ട്, അഹങ്കാരം കൊണ്ട് ദൈവത്താൽ ഹൃദയവും ചെവിയും കണ്ണുകളും അടഞ്ഞുപോയതാണോ? അതല്ല, നമ്മുടേതായ ബലഹീനതകൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയതാണോ? ഏത് സിറ്റുവേഷൻ ആയാലും കർത്താവിൻ്റെ പാദത്തിലുള്ള ദൈവത്തിൻ്റെ മക്കൾ വചനം ഏറ്റെടുക്കുവാനൊക്കെ വേണം ഹൃദയത്തെ ഒരുക്കണം. ഹല്ലേലൂയ. ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് സ്തുതിയോടുകൂടെ ഏറ്റെടുത്താൽ അതിലൊരു ആത്മാവിൻ്റെ ശക്തിയുണ്ട്. അത് നമുക്ക് പ്രാപിപ്പാൻ കഴിയും. വെറുതെ കേട്ടാൽ അത് ബ്രെയിനിൽ ഒരു വിവരമായി, ഇൻഫർമേഷനായി മാത്രം അകത്തിരിക്കും. എന്നാൽ അത് സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ ഏറ്റെടുത്താൽ അതിലൊരു ശക്തിയുണ്ട്. ആ ശക്തി പുറപ്പെടും, ആ ശക്തി വെളിപ്പെടും, ആത്മാവിൻ്റെ ചൈതന്യം അതിൽ ആരംഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ ആത്മീകരാണ്. അവർക്ക് ആഹാരം വേണം. അവർക്കുള്ള ആഹാരമാണ് ഈ തിരുവചനം. തിരുവചനം മാത്രമല്ല, കൂട്ടായ്മ,
അതും അവരെ ആത്മാവിൽ ബലപ്പെടുത്തുന്നു. നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കണം. അല്ല, നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കരുത്. മനസ്സിലായോ? ഓക്കെ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ പ്രതികരിക്കുന്നു. അതാണ് നമ്മുടെ പ്രസംഗം. ഹല്ലേലൂയ. ഫൈൻ. അപ്പോൾ ആത്മാവിൻ്റെ ആഹാരം, നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. തിരുവചനം നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തും. കൂട്ടായ്മ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തും. സ്തുതി സ്തോത്രങ്ങൾ നമ്മെ ആത്മാവിൽ ശക്തിപ്പെടുത്തും. അന്യഭാഷകളിൽ സംസാരിച്ച് സമയങ്ങൾ ചിലവഴിക്കുന്നവർ, അത് അവരെ ആത്മാവിൽ ബലപ്പെടുത്തും. ദൈവിക ആലോചനകൾ ദൈവമക്കളിലോട് കേൾക്കുന്നവർ, അവർ ആത്മാവിൽ ബലപ്പെടും. ദൈവത്തിൻ്റെ മക്കളോട് സമയങ്ങൾ ചിലവഴിക്കുന്നവർ, അവർ ആത്മാവിൽ ബലപ്പെടും. ഇങ്ങനെ ആത്മാവിൽ ബലപ്പെടുവാൻ പല കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ശുശ്രൂഷിച്ച ബിയുലാമ ഒരു കാര്യം പറഞ്ഞു. അവരിങ്ങനെ സ്തുതിഗാനങ്ങൾ പാടിക്കൊണ്ടേ നടക്കും. അങ്ങനെ പാടുവാൻ നിങ്ങൾക്കും ആഹ്വാനം തന്നു. ആർക്കെല്ലാം ഓർമ്മയുണ്ട്? ശരി, ഗുഡ്. ഇത് ഓർമ്മയുള്ളതിനായി ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർത്തു വയ്ക്കേണ്ടത്. ഓക്കെ. ആത്മാവിൽ ശക്തിപ്പെടുത്തുന്ന, ആത്മാവിൽ ബലപ്പെടുത്തുന്ന, ദൈവ സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുന്ന, ദൈവകൃപയെ വർദ്ധിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. ദൈവത്തിൻ്റെ അഭിഷിക്തരിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില വരികൾ അത് നിങ്ങളുടെ ഹൃദയത്തെ തൊടുകയാണെങ്കിൽ അത് നിങ്ങൾ വീണ്ടും വീണ്ടും പാടണം. അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഓടണം. ഹല്ലേലൂയ. തിരുപ്പൂരിൽ നിന്നും ഒരു സാക്ഷി ഞാൻ കേട്ടു. അവിടുത്തെ സിജിൻ ബ്രദർ അവരുടെ ഓഫീസിൽ, അവരുടെ കമ്പനിയുടെ ഓഫീസിൽ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ 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 എന്നുള്ള ആ ശബ്ദം അവിടെ ഓഫീസിൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ട്. അവിടുത്തെ മുതലാളിയും അവിടുത്തെ തൊഴിലാളികളും എപ്പോഴും ആരാധിച്ചു കൊണ്ടേ ജോലികൾ ചെയ്യും. തിരുപ്പൂരിൽ അങ്ങനെയുള്ള ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ. ദൈവ സാന്നിധ്യത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരൊറ്റ കമ്പനിയേ അവിടെയുള്ളൂ. ഓക്കെ. അതിനെ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. തിരുപ്പൂർ മുഴുവനും സ്റ്റക്കായി നിൽക്കുമ്പോഴും, ഓക്കെ, ഡള്ളായി നിൽക്കുമ്പോഴും ആ കമ്പനി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് വളർന്നു വരികയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഓക്കെ, ദൈവത്തിൻ്റെ മക്കൾ അവർ സ്പെഷ്യലായിരിക്കും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും, വമ്പന്മാർ തൊഴിലില്ലാതെ, ബിസിനസ്സില്ലാതെ, ജോലിയില്ലാതെ മുടങ്ങിക്കിടന്നാലും ദൈവത്തിൻ്റെ മക്കൾക്ക് കർത്താവ് വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും, ആശീർവാദങ്ങളെ കർത്താവ് പകരും. ഇപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് വന്നില്ല. ചില കമ്പനിയിലെ മുതലാളിമാർ ആ ഓഫീസിൽ വരുമ്പോൾ അവരും ഈ ശബ്ദം കേൾക്കുന്നു. ഓക്കെ. ഈ ശബ്ദം കേൾക്കുന്നു. എന്ത് ശബ്ദം കേൾക്കുന്നു? സേനകളിൻ ദേവനാകിയ കർത്തർ പരിശുദ്ധർ പരിശുദ്ധർ പരിശുദ്ധർ. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ അവർ കേൾക്കുന്നു. അവർ അത് കേൾക്കുമ്പോൾ, ഓക്കെ, അവർക്ക് ചിലർക്കെല്ലാം മനസ്സിലായി ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ സഹായം ഇവർക്കുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം ഇവരിൽ വെളിപ്പെടുന്നു, ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ബിസിനസ്സിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്നു എന്നവർക്ക് മനസ്സിലായി. എന്നാൽ ഒരു മുതലാളി അവരിങ്ങനെ പറഞ്ഞതായി ആ ബ്രദർ എന്നോട് പറഞ്ഞു. നോക്കി, അവർ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ബ്രാഹ്മണായിട്ടുള്ള ഒരാൾ ഈ ഓഫീസിൽ വന്നിരുന്ന് അവർ ഇത് കേട്ടിട്ട്, ഓക്കെ, ഇവരുടെ അടുത്ത് വരുമ്പോഴെല്ലാം ഇതാണ് കേൾക്കുന്നത്, ചെവിയിൽ കേൾക്കുന്നത്. അവർ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലും ഇപ്പോൾ അത് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള റിസൾട്ടുകൾ ദൈവ മക്കൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. അവരോട് സുവിശേഷം പറഞ്ഞില്ല, വചനം പറഞ്ഞില്ല, ഉപദേശിച്ചില്ല. ദൈവ സാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് അവർ വന്നിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ ചില പ്രവർത്തനങ്ങൾ നടന്നു. അവരറിയാതെ
അവരിൽ നിന്ന് ഇത് കയറി വരുന്നു. അവരുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന ശബ്ദം ഇതാണ്. എന്താണ്? സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവജനത്തിൽ നിന്നും ഇത് ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനങ്ങളിൽ അത് ഉയരട്ടെ, നിങ്ങളുടെ വാഹനങ്ങളിൽ അത് ഉയരട്ടെ, നിങ്ങളുടെ ഉള്ളങ്ങളിൽ അത് ഉയരട്ടെ. സ്തുതിക്കുന്ന ദൈവജനം പെരുകട്ടെ. ആരാധിച്ചു ദൈവ സാന്നിധ്യത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ജനം പെരുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ദൈവത്തിൻ്റെ വചനം സ്തുതിയോടുകൂടെ ഏറ്റെടുത്താൽ ആത്മാവിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ആത്മാവിൽ ബലമുണ്ടാകും, ആത്മാവിൽ വളർച്ചയുണ്ടാകും, ദൈവദൂതന്മാരുടെ ഇടപെടലുണ്ടാകും, കർത്താവിൻ്റെ കരം ചലിക്കും, സ്വർഗത്തിൻ്റെ ശ്രദ്ധയുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ടാകും, ദൈവത്തിൻ്റെ കോട്ടയുണ്ടാകും, ദൈവത്തിൻ്റെ കാവലുണ്ടാകും, ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. കേൾക്കുന്ന വചനങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രയോഗിക്കുമ്പോൾ ദൈവ മക്കളുടെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. അവരുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ജീവിതത്തിലെ അന്തരീക്ഷങ്ങൾക്ക് ദൈവത്താൽ ഒരു മാറ്റമുണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു മാറ്റമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കരത്താൽ ഒരു മാറ്റമുണ്ടാകട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരെ പറക്കും. അവർ ശക്തിപ്പെടും. അവരുടെ അതിർവരമ്പുകൾ വിശാലമാകും. അവർ വർദ്ധിക്കും, അവർ പെരുകും. അവരുടെ കൈകളുടെ അധ്വാന ഫലം വർദ്ധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നതിലെല്ലാത്തിലും അവൻ കൃതാർത്ഥനായി. ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്നതെല്ലാം സാധിച്ചു. ഹല്ലേലൂയ. ദൈവം കൂടെയുള്ള ദൈവമക്കളായി നമുക്ക് ഒരുങ്ങാം. സ്തുതി എവിടെയുണ്ടോ അവിടെ കർത്താവ് ഉണ്ടാവും. ആരാധന എവിടെയുണ്ടോ അവിടെ കർത്താവ് ഉണ്ടാകും. താഴ്മയില്ലാത്തവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. അഹങ്കാരികൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല. അതിനുള്ള മനസ്സും അവർക്ക് വരില്ല. ഇനി സ്തുതിച്ചാലും അത് ജഡീകമായ സ്തുതിയായിരിക്കും. അവിടെ ആത്മാവിൻ്റെ പരിവർത്തനമില്ലാത്ത ജൽപ്പനമായി മാത്രം അത് മാറും. താഴ്മ ഉള്ളിൽ വന്നാൽ, അനുസരണ ഉള്ളിൽ വന്നാൽ, അതിനുള്ള ശ്രദ്ധ വന്നാൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. തേജസ് വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ് വർദ്ധിക്കട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓക്കെ, കർത്താവ് മനുഷ്യനെ നോക്കി പറയുകയാണ്. ആ മനുഷ്യൻ ആരാണ്? അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചവൻ എന്ന് പറഞ്ഞാൽ താഴ്മ നഷ്ടപ്പെട്ടവൻ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് താഴ്മ നഷ്ടപ്പെട്ട് അവനോട് പറയുകയാണ്, നീ എന്താണ്? നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. അതിൽ തിരികെ ആരാണ് ചേരുന്നത്? മനുഷ്യനെന്ന് പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. അവൻ്റെ ശരീരത്തിന് പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. അവൻ്റെ ആത്മാവിൽ പറ്റുന്ന കാര്യത്തെക്കുറിച്ചല്ല ദൈവം ഈ വചനത്തിൽ പറയുന്നത്. അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ്. അത് പൊടിയാണെന്നും പൊടിയിലേക്ക് തിരികെ ചേരുമെന്നും പറയുന്നത്. ദൈവം മനുഷ്യനെ നോക്കി പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ചിന്ത, ഒരു ബോധം എപ്പോഴും എല്ലാ മനുഷ്യർക്കും വേണം. അത് നമ്മുടെ താഴ്മയെ നിലനിർത്തുവാൻ നമുക്ക് സഹായകരമായിരിക്കും. വെല്ലുവിളിക്കുവാനോ അഹങ്കരിക്കുവാനോ മത്സരിക്കുവാനോ ശാഠ്യം കാണിക്കുവാനോ ദൈവമക്കൾ നിൽക്കരുത്. ശത്രുത കീപ്പ് ചെയ്യുവാൻ, ഓക്കെ, അങ്ങനെയുള്ള മാനസികാവസ്ഥകൾ ദൈവമക്കൾക്ക് ഉണ്ടാകരുത്. നീതിയും ന്യായവും ദൈവമക്കളിൽ ഉണ്ടാകണം. അവിടെ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും. നീതിയും ന്യായവും ഉള്ളിടത്ത് ദൈവത്തിൻ്റെ കൃപ പെരുകും. നീതിയും ന്യായവും ഉള്ളിടത്ത് ദൈവത്തിൻ്റെ ആശീർവാദം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും അവൻ ഓർമ്മ വേണം, പൊടിയാണ്, പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന്. അല്ലേ? നമ്മുടെ എല്ലാ ശരീരങ്ങളെക്കുറിച്ചും നമുക്കൊരു ഓർമ്മ വേണം. എന്താണ്? ശരീരം പൊടിയിൽ നിന്നെടുത്തതാണ്. ഇതെവിടെ പോകും? പൊടിയിലേക്ക് തിരികെ ചേരും. ശരിയല്ലേ? എന്നാൽ ചിലർ അതിനെ തരണം ചെയ്തു. ചിലരെക്കുറിച്ച് നമുക്കറിയാം. ആരാ?
ഏലിയാവ്, ഹാനോക്ക്, യേശു കർത്താവ്. ആരെല്ലാം? ഏലിയാവ്, ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. യേശു മരിച്ചടക്കപ്പെട്ടിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പൊടിയിലേക്ക് തിരികെ ചേർന്നില്ല. ദൈവം പറഞ്ഞു, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. എന്നാൽ ഏലിയാവും ഹാനോക്കും യേശുവും അതിനെ തരണം ചെയ്തു. നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് പറഞ്ഞേ. ഐ വിൽ വെയിറ്റ് ഫോർ യു. നമുക്കതിനെ തരണം ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റുമോ? നിങ്ങളെല്ലാം മരിച്ച് നിങ്ങളുടെ ശരീരം ഭൂമിയിൽ അടക്കപ്പെടണം എന്ന് ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അല്ല, ഏലിയാവിനെ പോലെ ഹാനോക്കിനെ പോലെ നമുക്ക് കർത്താവിൻ ശരീരത്തോടു കൂടെ തന്നെ എടുക്കപ്പെടുവാനും അവസരമുണ്ട് എന്നുള്ള ചിന്തയിലാണോ? എന്താണ് അവസ്ഥ? അവസരമുണ്ട്. അതിനെ ലക്ഷ്യം വെക്കാം. ഹല്ലേലൂയ. നോർമലി, കോമൺലി ഈ പറഞ്ഞിരിക്കുന്ന വചനം എല്ലാവർക്കും ബാധകമാണ്. ദൈവമക്കൾക്കുൾപ്പെടെ, അനേക അഭിഷിക്തന്മാർക്കുൾപ്പെടെ, അനേക പ്രവാചകന്മാർക്കുൾപ്പെടെ, അപ്പോസ്റ്റലന്മാർക്കുൾപ്പെടെ, പാസ്റ്റേഴ്സിനുൾപ്പെടെ, ഇവാഞ്ചലിസ്റ്റുമാർക്കുൾപ്പെടെ, വിശ്വാസികൾക്കുൾപ്പെടെ, അവിശ്വാസികൾക്കുൾപ്പെടെ, ദുഷ്ടന്മാർക്കുൾപ്പെടെ, നിരീശ്വരവാദികൾക്കുൾപ്പെടെ, ജഡീകന്മാർക്കുൾപ്പെടെ, ലൗകികന്മാർക്കുൾപ്പെടെ എല്ലാവർക്കും ബാധകമാണ്. എങ്കിലും ദൈവമക്കൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആത്മാവിൽ അവർ ക്രിസ്തുവിലാണ്. ആത്മാവിൽ അവർ ക്രിസ്തു ഇരിക്കുന്നിടത്താണ്. ആത്മാവിൽ അവർ ദൈവരാജ്യത്തിനുള്ളിലാണ്. ആത്മാവിൽ അവർക്ക് മരണമില്ല. പക്ഷേ ഈ ശരീരത്തിൻ്റെ കാര്യം എന്താണ്? ആത്മാവിൽ പ്രാപിച്ച കാര്യങ്ങൾ ശരീരത്തിലേക്കും പകരുവാൻ തക്കവണ്ണം അവർ ആത്മാവിൽ വളർന്നാൽ ഈ ശരീരത്തെ പോലും ജീവിപ്പിക്കുവാൻ ഒരു ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവമക്കൾക്ക് കഴിയും. ഏലിയാവ് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഹാനോക്ക് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. യേശുവും അങ്ങനെയുള്ള മനുഷ്യനാണ്. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിക്കായി, പ്രവചനങ്ങളുടെ നിവൃത്തിക്കായി, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറുക്കപ്പെടും എന്നുള്ള ആ കാര്യങ്ങൾ പൂർത്തീകരിപ്പാനായി ഒരു യാഗമായി മാറുന്ന ദൗത്യത്തിലേക്ക് താൻ വന്നതുകൊണ്ട് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ശരീരത്തിലെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ മരിച്ചുവെങ്കിലും ആ മരണത്തിന് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല, അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ, കീ ദാ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. ആ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. മരണത്തെ വേണമെങ്കിൽ എനിക്ക് പൂട്ടാം, മരണത്തെ വേണമെങ്കിൽ എനിക്ക് തുറക്കാം. പാതാളത്തെ വേണമെങ്കിൽ എനിക്ക് പൂട്ടാം, പാതാളത്തെ വേണമെങ്കിൽ എനിക്ക് തുറക്കാം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മഹത്വം നിറഞ്ഞ കർത്താവ്, ആകാശത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഒരു സീറോ കണ്ടീഷനിൽ വന്ന് എല്ലാം തിരികെ പ്രാപിച്ചെടുത്തൊരു മനുഷ്യനായി യേശുവിനെ നമുക്ക് കാണാം. ഇത് നമുക്കൊരു മാതൃകയാണ്. ഇത് നമുക്കും കഴിയുമെന്ന് കർത്താവ് കാണിച്ചു തരികയാണ്. ഹല്ലേലൂയ. യേശു ജയിച്ചതുപോലെ ദൈവത്തിൻ്റെ മക്കളും ജയിക്കണം. എങ്ങനെ ജയിക്കും? വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും ജയിക്കുവാൻ നമുക്ക് കഴിയും. എങ്ങനെ ജയിക്കും? വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും. എല്ലാവരും പറഞ്ഞേ, വചനത്താലും കുഞ്ഞാടിൻ്റെ രക്തത്താലും. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം അത് കുഞ്ഞാടിൻ്റെ രക്തം. എന്നാൽ നാം ആത്മാവിൽ ശക്തിപ്പെട്ട് വളർന്ന് ബലപ്പെടുവാനുള്ള ഒരു അവസരം അത് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ജീവനുണ്ട്, അതിൽ വെളിച്ചമുണ്ട്, അതിൽ നമുക്കുള്ള ബലമുണ്ട്, അതിൽ നമുക്കുള്ള ശക്തിയുണ്ട്, അതിൽ നമുക്കുള്ള എല്ലാ നന്മകളും ആ തിരുവചനത്തിലുണ്ട്. വചനം ഏറ്റെടുത്താൽ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ.
എന്നാൽ വീണുപോയ മനുഷ്യനെ നോക്കി കർത്താവ് പറയുന്നു, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, നീ അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. അവൻ വീണുപോയ അവസ്ഥയിൽ നിന്നാണ് അവൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവം ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുന്നത്. എന്നാൽ ദൈവ പൈതലേ, ഈ അവസ്ഥയിൽ നിന്ന് പോലും നമുക്ക് പുറത്തു വരുവാൻ കഴിയും. എപ്പോഴെന്നറിയാമോ? കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് അഭിഷേകത്തിൻ്റെ ശക്തിയിൽ ബലപ്പെടുമ്പോൾ, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, വചനത്താൽ രൂപാന്തരങ്ങൾ പ്രാപിക്കുമ്പോൾ നമുക്ക് പുറത്തു വരുവാനായി കഴിയും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളിൽ നിന്നും പുറത്തു വരുവാനുള്ള അവസരങ്ങളെ കർത്താവ് അവന് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ ഒരു ഉപ്പായിരിക്കാൻ, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. വേഗത്തിൽ മരിച്ചു പോകുവാനല്ല, മരണത്തെ കൊതിച്ച് ജീവിക്കുവാനുമല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അടുത്തിരിക്കുക, എടുത്ത് പറഞ്ഞേ, മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കരുത്, മരണത്തെ ആഗ്രഹിച്ച് ജീവിക്കരുത്, ജീവനോടിരുന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ഒരു താല്പര്യം വർദ്ധിക്കട്ടെ. ഓക്കെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കിനി മരിച്ചാൽ മതി, എനിക്ക് ചത്തുപോയാൽ മതി, എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയരുത്. ഓക്കെ? ഈ ഭൂമിയിൽ ദൈവമക്കൾ വേണം, ആരാധിക്കുന്ന ദൈവമക്കൾ വേണം, സ്തുതിക്കുന്ന ദൈവമക്കൾ വേണം. ആമേൻ. വേണോ വേണ്ടേ? നിങ്ങൾ ആ ദൈവമക്കളായിരിക്കോ? അതേ വേസ്റ്റായിട്ട് ജീവിച്ചു പോകാൻ പോകുന്നോ? സ്തുതിക്കാതെ, ആരാധിക്കാതെ, വചനമില്ലാതെ തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കുകയാണെങ്കിൽ അതൊരു വേസ്റ്റായ ജീവിതമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തോടൊരു കണക്ഷൻ ഉണ്ടായി, ആരാധിച്ച് സ്തുതിച്ച് ദൈവത്തിന് മഹത്വത്തെ കൊടുത്ത് കർത്താവിന് ഫലം കായ്ച്ച് ജീവിക്കുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജീവിതമാണ്. ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജീവിതം ജീവിക്കാം. ഭൂമിയിൽ പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ അതിലൊന്നിലും ദൈവത്തോടുള്ള ശ്രദ്ധ മാറ്റാൻ കഴിയാതെ വണ്ണം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഉറപ്പിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതിലും നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ വന്നേക്കാം. പക്ഷേ ആ സിറ്റുവേഷൻ പോലും നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ വണ്ണം നിങ്ങൾ വളരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? എന്തൊക്കെ നഷ്ടം വന്നാലും, എന്തൊക്കെ കഷ്ടം വന്നാലും, ആരൊക്കെ നശിപ്പിക്കുവാൻ വന്നാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ തരം താഴ്ത്തിയാലും, ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ പുച്ഛിച്ചാലും ഞാൻ സ്തുതിക്കും. സ്തുതിക്കുന്നതിലുള്ള എൻ്റെ ശ്രദ്ധ മാറില്ല, ആരാധിക്കുന്നതിലുള്ള എൻ്റെ ശ്രദ്ധ മാറില്ല. ഈ ഒരു കാര്യങ്ങളും എൻ്റെ സ്തുതിയെ ബാധിക്കില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാരിദ്ര്യം നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, കടബാധ്യത നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, ശരീരത്തിലുള്ള ബലഹീനതകൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പറയുന്ന വാക്കുകൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, ഇല്ലായ്മകൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, അനുഗ്രഹങ്ങൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, നന്മകൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, തിന്മകൾ നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, ഒരു ദോഷവും നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, ഒരു പരാജയങ്ങളും നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്, ഒരു ജയങ്ങളും നിങ്ങളുടെ സ്തുതിയെ ബാധിക്കരുത്. ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന ഒരു ഉറപ്പ്, എന്നൊരു തീരുമാനം നമ്മിലുണ്ടാകട്ടെ. സ്തുതിക്കും, ഞാൻ ആരാധിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യം ദൈവത്തിന് നമ്മെക്കുറിച്ച് അനേക ഇഷ്ടങ്ങളുണ്ട്. തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ പല ഇഷ്ടങ്ങളും നമുക്ക് വെളിപ്പെട്ട് വരും. അറിഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്ത് അതിൻ പ്രകാരം ജീവിക്കുവാൻ, തുടർന്ന് മഹത്വകരമായ പുതിയ കാര്യങ്ങൾ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. നിങ്ങൾ വേദനയിലും കഷ്ടത്തിലും നഷ്ടത്തിലും നിരാശയിലും ഇരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? പറഞ്ഞേ. ഇല്ല. എന്നാൽ അത് ചിലരുടെ ഇഷ്ടമാണ്. ആരുടെ ഇഷ്ടമാണ്?
പിശാചിൻ്റെ ഇഷ്ടമാണ്, ചില ദുഷ്ട മനുഷ്യരുടെയും ഇഷ്ടമാണ്. എന്നാൽ അതിന് നിങ്ങളെ തൊടാൻ പോലും കഴിയരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പിക്കണം, എൻ്റെ ഉള്ളം, എൻ്റെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കും. ആമേൻ. കർത്താവിൽ ഉല്ലസിക്കും. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തും. എന്നിൽ സ്തുതിയുണ്ടാകും, എന്നിൽ ആരാധനയുണ്ടാകും, എന്നിൽ സ്തോത്രമുണ്ടാകും. അത് നിങ്ങളുടെ ഉടമ്പടിയാകട്ടെ, അത് നിങ്ങളുടെ തീരുമാനമാകട്ടെ. ആരെങ്കിലും ചില വാക്കുകൾ പറഞ്ഞാൽ നിങ്ങളുടെ സ്തുതിയെ നിർത്തുവാൻ കഴിയരുത്, നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പാൻ കഴിയരുത്, നിങ്ങളുടെ ഉള്ളത്തെ മുറിവേൽപ്പിപ്പാൻ കഴിയരുത്. മനുഷ്യൻ്റെ വാക്കുകൾക്ക്, മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ ഹൃദയം ബാധിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കരുത്, മുറിവേൽക്കുവാൻ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കും, ഞാൻ കർത്താവിൽ സന്തോഷിക്കും. Rejoice in the Lord always, and again I say rejoice. Rejoice in the Lord always, and again I say rejoice. Oh, rejoice, rejoice, and again I say rejoice. Rejoice, rejoice, and again I say rejoice. Rejoice in the Lord always, and again I say rejoice. amen, amen, oh. Rejoice in the Lord always, and again I say rejoice. എന്താ നമ്മൾ പാടിയത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. സ്വയം നമ്മോട് തന്നെ ഇത് പറയാം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളത്തിൽ ആ കർത്താവിലുള്ള സന്തോഷം, ദൈവത്തിലുള്ള സന്തോഷം നഷ്ടപ്പെട്ട് നിങ്ങൾ ഇരിക്കാൻ പാടില്ല. ഒരു ദിവസമോ ഒരു നിമിഷമോ അങ്ങനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്, അങ്ങനെ നിങ്ങൾ അനുവദിക്കരുത്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും അത് നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കുവാൻ വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഹൃദയം ബാധിക്കപ്പെടുന്നവരാണ് നിരാശപ്പെടുന്നത്, തളർന്നു പോകുന്നത്, മനസ്സ് മുരടിച്ചു പോകുന്നത്, ആത്മഹത്യ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത്, മരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കർത്താവിൽ ഉല്ലസിക്കട്ടെ. എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ശരീരത്തിൽ ജീവനോടുകൂടി ഇരുന്ന് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിൽ സന്തോഷിച്ച് ആരാധനയോടെ സ്തുതിയോടുകൂടെ കർത്താവിനോട് ചേർന്ന് നടക്കണമെന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. രോഗക്കിടക്കയിൽ കിടക്കേണ്ടി വന്നാലും അവിടെയും നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ കാലുകൾ കൊണ്ട് എനിക്ക് നടക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെയും നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ കർത്താവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. കഴിഞ്ഞൊരു ദിവസം ഒരു അഭിഷിക്തയായ ഒരു മാതാവിനെ കാണുവാനായിപ്പോയി. അവർ രോഗക്കിടക്കയിലായിപ്പോയി. അവരോട് ഞാൻ പറഞ്ഞു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയെക്കുറിച്ച് പരിചയപ്പെടുത്തി. എന്നാൽ വളരെ രസകരമായ ഒരു അനുഭവം അവിടെ ഉണ്ടായി. ഞാൻ ആ പറയുന്നതിനും 4 ദിവസം മുമ്പേ ദൈവാത്മാവ് അവരോട് ഇതേ വചനം ഇടപെട്ടിരിക്കുന്നു. ഓക്കെ, അവർ ആൾറെഡി അത് സ്തുതിച്ച് തുടങ്ങി. ഞാനും കൂടെ പോയി പറഞ്ഞപ്പോൾ അത് വീണ്ടുമുള്ള ഒരു ഉറപ്പിപ്പായി മാറി. ദൈവം എല്ലാ കാര്യങ്ങളും മിനിമം 2 സാക്ഷികളാൽ ഉറപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളെ നടത്തുന്ന ഇടയനിലൂടെ കർത്താവ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്ദേശത്തെയും ആലോചനയും തരും. നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നെ ദൈവം നിങ്ങളോട് ഇടപെട്ടേക്കാം. നിങ്ങളുടെ ദർശനങ്ങളിൽ കർത്താവ് ഇടപെട്ടേക്കാം. ഒരു പ്രവാചകനെ അയച്ച് കർത്താവ് അതിനെ കൺഫേം ചെയ്തേക്കാം. ചിലപ്പോൾ പ്രവാചകന്മാരോ അഭിഷിക്തന്മാരോ ആകണമെന്നില്ല. ലോകത്തിലെ ഒരു
കുഞ്ഞിനെ പോലും, ഒരു കുട്ടിയെ പോലും, ഒരു ശിശുവിനെ പോലും, അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു സാധാരണ മനുഷ്യനെ പോലും ഒരു ദൈവത്തിൻ്റെ സന്ദേശം പറയുവാൻ ദൈവം ഉപയോഗിച്ചേക്കാം. കഴുതയെ പോലും ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുവാൻ ഉപയോഗിച്ച ദൈവം തൻ്റെ മക്കൾക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുവാൻ, തൻ്റെ മക്കൾക്കൊരു വിവരം നൽകുവാൻ, തൻ്റെ മക്കൾക്കൊരു ആലോചന തരുവാൻ, തൻ്റെ മക്കൾക്കൊരു സാക്ഷ്യം നൽകുവാൻ, തൻ്റെ മക്കൾക്കൊരു വ്യക്തത നൽകുവാൻ എന്തിനെ വേണമെങ്കിലും ദൈവം ഉപയോഗിക്കാം. ഏതൊരു കാര്യം ചെയ്യുവാനും കർത്താവ് തൻ്റെ മക്കൾക്ക് വ്യക്തതയെ തരും. സ്വന്തം ഹൃദയത്തിലെ ഇമോഷനിൽ മാത്രം, സ്വന്തം ഹൃദയത്തിലുണ്ടാകുന്ന വിചാരങ്ങളിൽ മാത്രം ഒന്നിനും എടുത്തു ചാടരുത്. അടങ്ങിയിരുന്ന് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുക. മിനിമം 2 സാക്ഷികളാൽ ആ കാര്യത്തെ കർത്താവ് ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെയോ ചില അഭിഷിക്തരിലൂടെയോ കർത്താവ് അത് ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സംസാരിക്കുന്ന ദൈവമാണെന്ന് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടു. പേസുകിற ദേവൻ, പേസും പേസും ജപം ചെയ്യുമ്പോது ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம். ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம். Again and again. பேசும் ஜெபம் செய்யும்போது ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம். ஆண்டவா பிரியமானதை இப்போ காட்டும் செய்ய ஆயத்தம். കർത്താവേ സംസാരിക്കണമേ. ആണ്ടവാ പിരിയമാനതേ, അങ്ങക്ക് ഇഷ്ടമുള്ളത് എന്നോട് അറിയിക്കണമേ. ഞാനത് ചെയ്യുവാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ പാടിയത്. ഞാനത് ചെയ്യുവാൻ തയ്യാറാണ്. ദൈവം സംസാരിക്കട്ടെ, നമുക്കൊരുങ്ങാം. ഞാൻ റെഡിയാണ്. കർത്താവ് പറയുന്നത് അനുസരിപ്പാൻ, കർത്താവ് പറയുന്നത് ചെയ്യുവാൻ റെഡി എന്നുള്ളവരാണ് താഴ്മയുള്ള ദൈവത്തിൻ്റെ മക്കൾ. ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നത് അഹങ്കാരിയാണ്. ആര് പറഞ്ഞാലും ഞാനത് മൈൻഡ് ചെയ്യില്ല, ആര് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കില്ല, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല, ഇത് അഹങ്കാരിയുടെ ലക്ഷണം, ഇത് ശാഠ്യമുള്ളവൻ്റെ ലക്ഷണം. എന്നാൽ ദൈവിക ആലോചന കിട്ടിയാൽ ഞാൻ ഏറ്റെടുക്കുവാൻ റെഡിയാണ്. ദൈവാത്മാവിൻ്റെ ഉറപ്പിപ്പ് കിട്ടിയാൽ ഞാൻ അംഗീകരിപ്പാൻ റെഡിയാണ് എന്ന് പറയുന്നത് താഴ്മയുള്ളവൻ്റെ ലക്ഷണം. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവയും ദൈവം പറഞ്ഞതിനെ ലംഘിച്ചു, അത് അഹങ്കാരിയുടെ ലക്ഷണം. എന്നാൽ ദൈവം പറയുന്നത് ഏറ്റെടുത്ത് അനുസരിക്കുന്നത് താഴ്മയുള്ളവൻ്റെ ലക്ഷണം. താഴ്മയുള്ളവരായി മാറാം, അനുസരിക്കുന്നവരായി മാറാം, വചനം ഏറ്റെടുക്കുന്നവരായി മാറാം. ദൈവത്തിൻ്റെ ജീവനും ചൈതന്യവും നമുക്ക് സ്വന്തമാക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. താഴ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറയട്ടെ. താഴ്മയുള്ളവർ മറ്റുള്ളവരുമായി നമ്മെ താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്ത് അസൂയപ്പെടുകയോ കൈപ്പുള്ളിൽ വരികയോ ദേഷ്യമുള്ളിൽ വരികയോ ഹൃദയത്തിന് അസ്വസ്ഥത ഉണ്ടാവുകയോ ചെയ്യില്ല. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർക്ക് നന്മയുള്ളത് കാണുമ്പോൾ, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ താഴ്മയുള്ളവർക്കും സന്തോഷമുണ്ടാകും. ഇത് താഴ്മയുള്ള ദൈവപൈതലിൻ്റെ പ്രത്യേകത. എന്നാൽ അഹങ്കാരി, അവൻ അസൂയയുണ്ടാകും. അവൻ മറ്റുള്ളവർ നന്നായിരിക്കുന്നത് കണ്ടാൽ അവൻ അസ്വസ്ഥത തോന്നും. മറ്റുള്ളവർ സ്നേഹത്തിലിരിക്കുന്നത് കണ്ടാൽ അവൻ അസ്വസ്ഥത തോന്നും. മറ്റുള്ളവർ സ്വസ്ഥതയിലും സമാധാനത്തിലും ഇരിക്കുന്നത് കണ്ടാൽ അവൻ അസ്വസ്ഥത തോന്നും. ഇങ്ങനെ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് താഴ്മയുള്ളവരുടെ ലക്ഷണമല്ല, അത് അഹങ്കാരിയുടെ ലക്ഷണം. നിങ്ങൾ താഴ്മയുള്ളവരാണോ അഹങ്കാരികളാണോ?
താഴ്മയുള്ള ദൈവമക്കളായി നമുക്ക് നമ്മെ പണിതെടുക്കാം. നമ്മിലുള്ള ജഡീക സ്വഭാവങ്ങൾ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ജഡത്തിൻ്റെ ചിന്തകൾ, ജഡത്തിൻ്റെ ടെൻഡൻസികൾ, അതിനെ മരിപ്പിക്കാം, അതിനെ തോൽപ്പിക്കാം, അതിനെ ഇല്ലായ്മ ചെയ്യാം. വചനത്താലും അഭിഷേകത്തിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ മക്കൾ രൂപാന്തരം പ്രാപിക്കാം. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന നന്മകൾക്കൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും അങ്ങനെ ഹൃദയം തുറക്കുവാനും നമുക്ക് വിട്ടുകൊടുക്കാം. നന്മകൾ പ്രാപിച്ചാലും ഹൃദയം തുറക്കാതെ, അനുസരിക്കാതെ, രൂപാന്തരങ്ങൾ വരാതെ ഒരു ദൈവ പൈതൽ ജീവിക്കുകയാണെങ്കിൽ ക്രമേണ അവൻ്റെ ഹൃദയം ഇരുണ്ടുപോകും, അവൻ്റെ ഹൃദയം അടഞ്ഞുപോകും. ദൈവത്തിൻ്റെ വചനങ്ങളും ഉയരത്തിലെ നന്മകളും അവന് സ്വന്തമാക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഹൃദയം അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ ദൈവമക്കളാകരുത്. ഹൃദയം ഇരുണ്ടുപോകുന്ന അവസ്ഥയിൽ ദൈവമക്കളാകരുത്. ദൈവം തന്നെ ഹൃദയത്തെ അടയ്ക്കുന്ന അവസ്ഥയിലും ദൈവമക്കളാകരുത്. ദൈവം ഹൃദയമടച്ചാൽ ആരൊക്കെ വചനം പറഞ്ഞാലും ഉള്ളിലിറങ്ങില്ല. എത്ര തന്നെ സത്യങ്ങൾ കേട്ടാലും നന്മ എടുക്കുവാൻ തക്കവണ്ണം അതിനെ പ്രയോഗിക്കുവാനും അവർക്ക് കഴിയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം ജീവിതത്തെ തന്നെ വിട്ടുകൊടുത്ത് സമർപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ദൈവം തരും. വലിയ മാറ്റങ്ങളെ കർത്താവ് തരും. വചനം ഏറ്റെടുക്കുന്ന മക്കളുടെ ജീവിതം മാറാതിരിക്കില്ല, മാറിയിരിക്കും. വൈകിട്ടല്ല, വേഗത്തിൽ. എപ്പോൾ വചനം ഏറ്റെടുക്കുന്നുവോ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സഹായം അവരുടെ മേൽ വരുവാണ്ടാക്കവണ്ണം സ്വർഗം ഒരുങ്ങിത്തുടങ്ങുകയാണ്. വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ അവർ പരാജയപ്പെട്ട് പിന്മാറ്റത്തിലേക്ക് പോയി തുടങ്ങും. ആരാധിക്കുന്ന ദൈവമക്കൾ, സ്തുതിക്കുന്ന ദൈവമക്കൾ അഹങ്കാരികളായിരിക്കുമ്പോൾ നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കുകയാണ്. അഹങ്കാരം പിശാചിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. അഹങ്കാരം നാശത്തെ കൊണ്ടുവരും. അഹങ്കാരം തോൽവികളെ കൊണ്ടുവരും. അഹങ്കാരം നഷ്ടങ്ങളെ കൊണ്ടുവരും. അഹങ്കാരം കഷ്ടങ്ങളെ കൊണ്ടുവരും. എന്നാൽ താഴ്മ ദൈവത്തിൻ്റെ കോട്ടയെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സംരക്ഷണത്തെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സൗഖ്യത്തെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ സമാധാനത്തെ കൊണ്ടുവരും. ദൈവത്താലുള്ള ജയത്തെ കൊണ്ടുവരും. താഴ്മ എന്ന ആ ഒരു കാര്യം ഉള്ളത്തിലുണ്ടെങ്കിൽ, സ്വഭാവത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ അനേകമായ ദൈവത്തിൻ്റെ ആശീർവാദങ്ങൾ സ്വന്തമാക്കുവാൻ അതൊരു മുഖാന്തരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരം ദൈവ സാന്നിധ്യത്തെ ചോർത്തിക്കളയും. ദൈവിക നന്മകളെ ചോർത്തിക്കളയും. ദൈവിക ആശീർവാദങ്ങളെ നഷ്ടമാക്കി കളയും. താഴ്മ ദൈവ സാന്നിധ്യത്തെ നിലനിർത്തും. താഴ്മ ദൈവിക അനുഗ്രഹങ്ങളെ നിലനിർത്തും. താഴ്മ ദൈവത്തിൻ്റെ കൃപയെ വർദ്ധിപ്പിക്കും, നിലനിർത്തും. ഹല്ലേലൂയ. അടുത്തൊരു കൈ പിടിച്ച് പറഞ്ഞേ, അഹങ്കാരം വേണ്ട, താഴ്മ മതി. ശ്രദ്ധിക്കാം, എന്തൊക്കെ ഉണ്ടായാലും ആ ഉള്ളതിൽ അഹങ്കരിക്കരുത്. ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമെന്ന് ഒരു നന്ദിയുള്ള ഹൃദയം മാത്രം മതി. ഇനി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ഹൃദയം തകർന്നു പോകരുത്. ദൈവം തന്നു, ദൈവം എടുത്തു എന്ന് ഇയ്യോബ് പറഞ്ഞതുപോലെ ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു സമർപ്പണം ഉണ്ടാകണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പട്ടിണിയോ ദാരിദ്ര്യമോ വാളോ ആപത്തോ ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ എന്തിനെങ്കിലും കഴിയുമോ? ഷുവർ? കഴിയില്ലേ? കഴിയില്ല. സത്യമാണോ പറയുന്നേ? ആരൊക്കെ പറയുന്നു എന്നെ ഒരു കാര്യത്തിനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് ആരൊക്കെ പറയുന്നു? കൈ ഉയർത്തിക്കേ. ശരി, റിയലി സ്വർഗം ഭൂമിയിൽ വന്നു കഴിഞ്ഞു. ഇങ്ങനെ ആയാൽ പിന്നെ ഇനി എന്ത് വേണം? ഇനി എൻ്റെ പ്രസംഗം പോലും ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഇനിയും അതിൽ നിന്നൊരു സബ് ക്വസ്റ്റ്യൻസ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങൾക്കുള്ള ആരോഗ്യമെല്ലാം ക്ഷയിച്ച് നിങ്ങൾ ബലഹീനരായിരിക്കുന്നു, രോഗികളായിരിക്കുന്നു. അപ്പോൾ സ്നേഹം കുറയുമോ?
നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയാം. കുറയില്ല അല്ലേ? ശരി. കടബാധ്യത കൊണ്ട് നിറഞ്ഞ് കടക്കാർ നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കുള്ളതെല്ലാം അപഹരിച്ചു കൊണ്ടുപോകുന്നു, നിങ്ങൾക്ക് വലിയ മാനക്കേടും നാണക്കേടും സമൂഹത്തിലുണ്ടാകുന്നു, ചുറ്റുപാടുകളിലുണ്ടാകുന്നു. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം കുറയുമോ? പറഞ്ഞേ ഇല്ല. റിയലി? ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ. ഓക്കെ. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങളെ തള്ളിക്കളയുകയാണ്. നിങ്ങൾ വളരെ സ്നേഹിച്ചു വളർത്തിയ മക്കൾ, നിങ്ങൾ വളരെ സ്നേഹിച്ച നിങ്ങളുടെ ജീവിത പങ്കാളി, ഓക്കെ, നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ചില വ്യക്തികൾ, അവർ നിങ്ങളെ എടുത്തങ്ങ് കളയുകയാണ്, നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞങ്ങ് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ തകർന്നു പോകുമോ? ഇല്ല. റിയലി? ഷുവർ? ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണം. റിയലി ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അതാണ് സാധു കൊച്ചു കുഞ്ഞ് ഉപദേശി പാടിയത്. എന്താ പാടിയേ? ദുഃഖത്തിൻ്റെ പാന പാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന, ദുഃഖത്തിൻ്റെ പാന പാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നു എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നു എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ നാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ നാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കൾക്ക് ഒന്നറിയാം, ദൈവം എന്നെ സ്നേഹിക്കുന്നു. കഷ്ടതയായാലും നഷ്ടമായാലും നിന്ദയും അപമാനവും പരിഹാസവും ഒറ്റപ്പെടലുകളായാലും യേശു എന്നെ സ്നേഹിക്കുന്നു. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഞാനും കർത്താവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. സിറ്റുവേഷൻ, എന്തൊക്കെ സിറ്റുവേഷൻ നെഗറ്റീവായി ജീവിതത്തിൽ വന്നാലും യേശു പോതുമേ, യേശു പോതുമേ, എന്ത നാളിലുമേ, എന്ത വാഴ്വിനിലേ, എന്ത വാഴ്വിനിലേ യേശു പോതുമേ, യേശു പോതുമേ. ഈ നെഗറ്റീവും ദുഃഖവും നിങ്ങൾ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാനിത് പറയുന്നില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. ദുഃഖം വരും, നെഗറ്റീവ് വരും, കഷ്ടം വരും, നഷ്ടം വരും എന്ന് അതിനെ ആഗ്രഹിക്കുകയും വേണ്ട. അങ്ങനെ ആണെങ്കിലും ഞാൻ കർത്താവിന് വിട്ടു പോകില്ല എന്നുള്ളത് നമ്മുടെ തീരുമാനം, നമ്മുടെ സമർപ്പണം. എന്നാൽ ദുഃഖം വേണ്ട, കഷ്ടം വേണ്ട, രോഗം വേണ്ട, ദാരിദ്ര്യം വേണ്ട, ഞെരുക്കം വേണ്ട. ജയിച്ച ജയമുള്ള യേശുവിൻ്റെ ജയം നമുക്ക് വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും, എല്ലാ ഇല്ലായ്മകളിൽ നിന്നും, എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും
എല്ലാ ദോഷങ്ങളിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും തൻ്റെ ജനത്തെ കർത്താവിന് പുറത്തു കൊണ്ടുവരുവാനാണ് ഇഷ്ടം. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് നോക്കുന്ന ഒരേ ഒരു കാര്യം, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ സ്നേഹിക്കുമോ? അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ ഇസഹാക്കിനെ മോറിയ മലയിൽ എനിക്ക് യാഗം കഴിക്കാം. ദൈവം അവിടെ ടെസ്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, അബ്രഹാമിന് എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്നേഹം എത്രത്തോളം ഉണ്ട്, അതുമാത്രമാണ് ദൈവം നമ്മിൽ പരിശോധിക്കുന്നത്. സ്നേഹമുണ്ടോ? എല്ലാ സാഹചര്യത്തിലും കർത്താവിന് നന്ദി പറയുന്ന, കർത്താവിന് സ്തോത്രം ചെയ്യുന്ന, കർത്താവിനെ ആരാധിക്കുന്ന സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടോ? ഇസ്രായേൽ മക്കൾ മുറുമുറുക്കുന്ന സ്വഭാവമുള്ളവരായിരുന്നു. ആ മുറുമുറുപ്പ് അവരുടെ ജീവിതത്തിൽ ദൈവികമായുള്ള നീരസത്തെ കൊണ്ടുവന്നു, അനിഷ്ടത്തെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ സഹായങ്ങൾ പലതും സ്വന്തമാക്കാതെ വണ്ണം അവരുടെ ദുഷ്ട സ്വഭാവം അവരെ തടുത്തു കളഞ്ഞു. ഓരോ സാഹചര്യത്തിലും ദൈവപൈതലേ, നിന്റെ ഹൃദയം എങ്ങനെയുണ്ട്? ദൈവത്തോട് സ്നേഹമുള്ള ഹൃദയമാണോ? സ്തുതിക്കുന്ന ഹൃദയമാണോ? കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഹൃദയമാണോ? കർത്താവിനെ ആരാധിക്കുന്ന മനസ്സ് നിനക്കുണ്ടോ? ഇതാണ് കർത്താവ് നമ്മിൽ നോക്കുന്നത്. ഹല്ലേലൂയ. നന്മയുള്ളപ്പോൾ മാത്രം, സന്തോഷമുള്ളപ്പോൾ മാത്രം, ആശീർവാദമുള്ളപ്പോൾ മാത്രം ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുന്ന ഹൃദയം അതൊരു ഭക്തന്റെ ഹൃദയമല്ല. ഏതു കാലത്തും കർത്താവിനെ സ്നേഹിക്കുന്ന ഹൃദയമാണ് ഒരു ഭക്തന്റെ ഹൃദയം. ഹല്ലേലൂയ. നമുക്ക് കഷ്ടതകളും ദാരിദ്ര്യങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും വരണമെന്നല്ല, വന്നാലും കർത്താവിനെ ഉപേക്ഷിക്കില്ല എന്നൊരു സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. ഇയ്യോബിനെ നോക്ക്. ഇയ്യോബിനുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ, മക്കൾ ഉൾപ്പെടെ മരിച്ചു പോകുമ്പോൾ, സമ്പത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടു പോകുമ്പോൾ, സമ്പത്തെല്ലാം നശിച്ചു പോകുമ്പോൾ, ഇയ്യോബിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലും നശിച്ചു പോകുമ്പോൾ, ആരോടും മറുപടി പറയുവാൻ പോലും കഴിയാതെ വണ്ണം തലകുനിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇയ്യോബ് പറയുകയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് സ്തോത്രം. തകർന്ന പാത്രമായിരുന്നു കൊണ്ട് ഇയ്യോബ് പറയുകയാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മുറുമുറുപ്പുള്ള ഹൃദയമോ, നിരാശപ്പെടുന്ന ഹൃദയമോ, ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ കാരണം പിറുപിറുക്കുന്ന ഹൃദയമോ, വേദനിക്കുന്ന ഹൃദയമോ ദൈവമക്കൾക്ക് വേണ്ട. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് എങ്ങനെയുള്ള ഹൃദയം വേണം? സന്തോഷിച്ച് സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, കർത്താവിൻ്റെ വചനത്തെ ഓർക്കുന്ന, അതിനെ ചിന്തിക്കുന്ന, അതിനെ ധ്യാനിക്കുന്ന, അതിനെ ഏറ്റെടുത്ത് ജീവിതത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹൃദയം ദൈവമക്കൾക്ക് വേണം. ഹല്ലേലൂയ. ആ ഹൃദയം അനുഗ്രഹിക്കപ്പെട്ട ഹൃദയമാണ്. അഹങ്കാരികളുടെ ഹൃദയം, അഹങ്കാരികളുടെ ഹൃദയത്തിൽ അസൂയ വരും. അഹങ്കാരികളുടെ ഹൃദയത്തിൽ മറ്റു പലവിധമായ അനുബന്ധമായിട്ടുള്ള അശുദ്ധികളും അവൻ്റെ സ്വഭാവത്തിലും ചിന്തയിലും ഉണ്ടാകും. എന്നാൽ താഴ്മയുള്ളവൻ പല അശുദ്ധിയിൽ നിന്നും മാറി നിൽക്കും. അഹങ്കാരിയിൽ പല അശുദ്ധികൾ വരുന്നത് കൊണ്ട് പിശാചിന് ഇടമുണ്ടാകും. എന്നാൽ താഴ്മയുള്ളവൻ അതൊരു വിശുദ്ധി ആയതുകൊണ്ട്, താഴ്മ എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയുടെ ഭാഗമായതുകൊണ്ട്, താഴ്മ എന്ന് പറയുന്നത് പിശാചിൻ്റെ അവകാശത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പിശാച് അവനെ വിട്ട് മാറിപ്പോകും. പിശാചിൻ്റെ പല ആയുധങ്ങളും, പിശാചിൻ്റെ പല തന്ത്രങ്ങളും, പല മന്ത്രങ്ങളും ഒരു ദൈവ പൈതലിൻ്റെ മേൽ, പ്രത്യേകിച്ചും താഴ്മയുള്ള ദൈവ പൈതലിൻ്റെ മേൽ ഫലിക്കയില്ല. അഹങ്കാരികളുടെ മേൽ മന്ത്രവാദം ഫലിക്കും, താഴ്മയുള്ളവൻ്റെ മേൽ മന്ത്രവാദം ഫലിക്കില്ല. അഹങ്കാരികളുടെ മേൽ ദുഷ്കർമ്മങ്ങൾ ഫലിക്കും, താഴ്മയുള്ളവൻ്റെ മേൽ ദുഷ്കർമ്മങ്ങൾ ഫലിക്കില്ല. അഹങ്കാരികളെ ദേശാധിപതി ശക്തികൾ കൈവെക്കും, എന്നാൽ താഴ്മയുള്ളവരെ കർത്താവ് കോട്ടകെട്ടി കാത്തുകൊള്ളും. അഹങ്കാരികളെ പല അനർത്ഥങ്ങളും വേട്ടയാടി പിടിക്കും, താഴ്മയുള്ളവരെ ദൈവം അവർക്ക് കോട്ടയും പരിചയും പലകയുമായിരിക്കും. താഴ്മയുള്ളവൻ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലും താഴ്മയുള്ളവൻ പാർക്കും. താഴ്മ വേണം. നാം ദൈവമക്കൾക്കെല്ലാം, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും താഴ്മ വേണം. ഹല്ലേലൂയ. നന്മയുടെ രഹസ്യം താഴ്മ.
അനുഗ്രഹത്തിൻ്റെ രഹസ്യം താഴ്മ, സൗഖ്യത്തിൻ്റെ രഹസ്യം താഴ്മ, സമാധാനത്തിൻ്റെ രഹസ്യം താഴ്മ, ദൈവികമായ സംരക്ഷണത്തിൻ്റെ രഹസ്യം താഴ്മ. ഹല്ലേലൂയ. കൃപ പെരുകുന്നതിൻ്റെ രഹസ്യം താഴ്മ, വർധന ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം താഴ്മ, ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ രഹസ്യം താഴ്മ, ആശീർവദിക്കപ്പെടുന്നതിൻ്റെ രഹസ്യം താഴ്മ. നിഗളത്തോടെ അഹങ്കാരത്തോടെ സംസാരിക്കരുത്, വമ്പ് പറയരുത്. ഹല്ലേലൂയ. സ്വയം ഉയർത്തരുത്. ഞാൻ ഇന്നതാണ് എന്ന് സ്വയം ഉയർത്തരുത്. അത് അഹങ്കാരിയുടെ ലക്ഷണം. അവനെ ദുഷ്ടൻ വേട്ടയാടി പിടിക്കും, പൈശാചിക ശക്തികൾ അവനെ വേട്ടയാടി പിടിക്കും. എന്നാൽ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ഓഹോ കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. താഴ്മയുള്ളവൻ ആശ്രയിക്കും. അഹങ്കാരി വമ്പു പറയും, താഴ്മയുള്ളവൻ ആശ്രയിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, അഹങ്കാരി വമ്പു പറയും, താഴ്മയുള്ളവൻ ദൈവത്തിൽ ആശ്രയിക്കും. ഓക്കെ. ഏതെങ്കിലും തകരുവാനോ പൊളിയുവാനോ ഉണ്ടെങ്കിൽ, ഓക്കെ, സ്വഭാവത്തിൽ ചിന്തയിൽ, ഓക്കെ, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ കോട്ടകൾ ഉണ്ടെങ്കിൽ അത് തകരട്ടെ, പൊളിയട്ടെ. ഈ വചനത്താൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. താഴ്മയുള്ളവൻ കാത്തിരിക്കും, അഹങ്കാരി കാത്തിരിക്കില്ല. എവിടെ? ദൈവസന്നിധിയിൽ. ബിവറേജസിൽ കാത്തിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. താഴ്മയുള്ളവൻ കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കും, അഹങ്കാരി ബിവറേജസിൽ കാത്തു നിൽക്കും. താഴ്മയുള്ളവൻ കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിക്കും, അഹങ്കാരി ദോഷം ചെയ്യുവാൻ കാത്തു നിൽക്കും. താഴ്മയുള്ളവൻ ദൈവത്തെ സ്തുതിപ്പാൻ കാത്തിരിക്കും, അഹങ്കാരി അനീതി പ്രവർത്തിക്കുവാൻ കാത്തു നിൽക്കും. അഹങ്കാരി വഞ്ചന ചെയ്യുവാൻ കാത്തു നിൽക്കും. അഹങ്കാരി വഞ്ചന ചെയ്യുവാൻ, ദോഷം പ്രവർത്തിക്കുവാൻ ബന്ധപ്പെട്ടോടും. താഴ്മയുള്ളവൻ നീതി പ്രവർത്തിക്കുവാൻ സമയങ്ങൾ ചെലവഴിക്കും, അഹങ്കാരി ദോഷം പ്രവർത്തിക്കുവാൻ, അനീതി പ്രവർത്തിക്കുവാൻ സമയങ്ങൾ ചെലവഴിക്കും. ഹല്ലേലൂയ. നമ്മുടെ സമയങ്ങൾ വൃഥാവാക്കി കളയരുത്. നീതി പ്രവർത്തിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിലെ സമയങ്ങൾ ചിലവഴിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ ചിലവഴിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുമ്പോൾ തന്നെ വലിയ രൂപാന്തരങ്ങൾ, വിശുദ്ധീകരണങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അഹങ്കാരി ഒരിക്കലും സ്വന്തം കുറ്റം അംഗീകരിക്കില്ല. അഹങ്കാരി ഒരിക്കലും അവൻ്റെ തെറ്റ് തിരുത്തുവാൻ റെഡിയാകില്ല. താഴ്മയുള്ളവൻ അവൻ തെറ്റുകൾ തിരിച്ചറിയുവാനും തെറ്റുകൾ തിരുത്തുവാനും മനസ്സുവെക്കും. അഹങ്കാരി കുറ്റം അംഗീകരിക്കില്ല, കുറ്റം തിരുത്തില്ല. താഴ്മയുള്ളവൻ കുറ്റം അംഗീകരിക്കും, അതിനെ ശോധന ചെയ്ത് കണ്ടുപിടിക്കും, അവൻ അതിനെ തിരുത്തും. രൂപാന്തരങ്ങൾ താഴ്മയുള്ളവൻ്റെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആശീർവാദമാണ്, അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. തിരുവചനങ്ങൾ ധ്യാനിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം പരിമിതികളും സ്വന്തം ബലഹീനതകളും സ്വന്തം കുറവുകളും സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കുന്നവനും ഗ്രഹിക്കുന്നവനും അംഗീകരിക്കുന്നവനുമാണ് താഴ്മയുള്ളവൻ. എന്നാൽ അത് അംഗീകരിക്കാത്തവൻ, അതിനോട് എതിർത്ത് നിൽക്കുന്നവനാണ് അഹങ്കാരി. അഹങ്കാരിക്ക് തിരുത്തുന്നത് ഇഷ്ടമല്ല, താഴ്മയുള്ളവൻ തിരുത്തുന്നത് ഇഷ്ടപ്പെടും. അഹങ്കാരിക്ക് ഉപദേശം ഇഷ്ടമല്ല, താഴ്മയുള്ളവൻ ഉപദേശം കേൾക്കും. ഹല്ലേലൂയ. അഹങ്കാരി ക്ഷമയോടെ കേട്ടിരിക്കില്ല, താഴ്മയുള്ളവൻ ക്ഷമയോടെ കേട്ടിരിക്കും. ഹല്ലേലൂയ. ദൈവവചനം കേട്ടിരിക്കുവാനുള്ള ഒരു ക്ഷമ, ദൈവവചനം കേട്ടിരിക്കുവാനുള്ള ഒരു താഴ്മ ദൈവജനത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പരദൂഷണം കേട്ടിരിക്കുവാനല്ല,
മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് കേട്ടിരിക്കുവാനല്ല, മറ്റുള്ളവരെ പരിഹസിക്കുന്നത് കേട്ടിരിക്കുവാനല്ല, ദൈവിക ആലോചനകൾ, ദൈവിക ഉപദേശങ്ങൾ, ദൈവിക സത്യങ്ങൾ കേട്ടിരിക്കുവാനാണ് ദൈവത്തിൻ്റെ ജനം സമയങ്ങൾ ചിലവഴിക്കേണ്ടത്. പരദൂഷണം കേട്ടിരിക്കുന്നവർ, ദൈവദൂഷണം കേട്ടിരിക്കുന്നവർ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നവർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ആത്മീകമായി പോലും അത് പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. എന്നാൽ അതിനെ ഒഴിവാക്കുന്നവർ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നില്ല. അവരെക്കുറിച്ചാണ് 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവൻ, ദുഷ്ടന്റെ ആലോചന കേൾക്കാൻ സമയങ്ങൾ ചിലവഴിക്കരുത്, ദൈവദൂഷണം കേൾക്കുവാൻ സമയങ്ങൾ ചിലവഴിക്കരുത്, പരിഹാസങ്ങൾ കേൾക്കുവാൻ, പരദൂഷണങ്ങൾ കേൾക്കുവാൻ സമയങ്ങൾ ചിലവഴിക്കരുത്. അത് അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടന്നാൽ, പാപികളുടെ വഴിയിൽ നിന്നാൽ, എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുവാൻ പാപത്തിൻ്റെ വഴിയിൽ പോയാൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നാൽ, ചിലരുടെ സ്വഭാവം പരിഹസിക്കുക, നിന്ദിക്കുക, ദുഷിക്കുക, പുച്ഛിക്കുക, തരം താഴ്ത്തുക എന്നത് തന്നെയാണ് അവരുടെ സ്വഭാവം. അങ്ങനെയുള്ളവരെ വിട്ട് മാറിപ്പോകണം. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയുള്ളവരുമായി നിങ്ങൾക്ക് കൂട്ടുകെട്ടുണ്ടാകരുത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഒഴിവാക്കിയാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വഴികളെ തുറന്നു തരും. അതാണ് 1-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്. എന്താണ്? അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും, ഓക്കെ, 3-ാം വാക്യത്തിൽ അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണം? ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമോ, അതേ പരിഹാസങ്ങൾ കേട്ടിരിക്കണമോ? എന്താ നിങ്ങളുടെ സന്തോഷം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമോ, പരിഹാസങ്ങൾ കേട്ട് സന്തോഷിക്കണമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, അല്ലേ? അതേ ദാരിദ്ര്യത്തിൽ കിടന്ന് കോമഡി കാര്യങ്ങളും കേട്ടും കണ്ടും രസിച്ചും ഉല്ലസിച്ചും കിടക്കണമോ? അല്ല, ഉയരത്തിലെ മഹത്വകരമായ നന്മകൾ അനേകം നിങ്ങൾക്ക് സ്വന്തമാക്കണമോ? എന്തു വേണം? ഉയരത്തിലെ മഹത്വകരമായ നന്മകൾ സ്വന്തമാക്കണം. വേസ്റ്റായുള്ള കാര്യങ്ങൾക്ക് പരിഹസിക്കുവാൻ, നിന്ദിക്കുവാൻ, ദുഷിക്കുവാൻ, തരം താഴ്ത്തുവാൻ സമയങ്ങൾ ചെലവഴിക്കരുത്. അതിൻ്റെ പങ്കാളികളാകരുത്. അത് ശാപത്തെ കൊണ്ടുവരും, അത് തകർച്ചയെ കൊണ്ടുവരും. എന്നാൽ ദൈവത്തിൻ്റെ ആശീർവാദം, താഴ്മ, അത് ജയത്തെ കൊണ്ടുവരും, അത് ഉയർച്ചയെ കൊണ്ടുവരും, അത് അനുഗ്രഹത്തെ കൊണ്ടുവരും. അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര് ചെയ്യുന്നത് സാധിക്കും? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവൻ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവൻ, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവൻ, മാത്രമല്ല ദൈവത്തിൻ്റെ വചനത്തെ രാവും പകലും അവൻ്റെ ഹൃദയത്തിൽ വെച്ചേക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ, സ്വഭാവത്തെ ചിട്ടപ്പെടുത്തുന്നവൻ, സംസാരത്തെ ചിട്ടപ്പെടുത്തുന്നവൻ, പ്രവൃത്തികളെ ചിട്ടപ്പെടുത്തുന്നവൻ, ബന്ധങ്ങളെ ചിട്ടപ്പെടുത്തുന്നവൻ, ഇടപാടുകളെ ചിട്ടപ്പെടുത്തുന്നവൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നത് സാധിക്കണമോ? എല്ലാ കാര്യത്തിലും വചനത്താൽ ഒരു ക്രമീകരണം ഉണ്ടാകണം. ചെയ്യുന്നതൊക്കെയും സാധിക്കും. ചെയ്യുന്നതിൽ ആശീർവാദമുണ്ടാകും, ചെയ്യുന്നതിൽ ജയമുണ്ടാകും, ചെയ്യുന്നതിൽ സമാധാനമുണ്ടാകും, ചെയ്യുന്നതിൽ സന്തോഷമുണ്ടാകും. ദൈവത്തിൻ്റെ സഹായം വേണമെങ്കിൽ ജീവിതത്തിൽ ശുദ്ധീകരണവും മാറ്റങ്ങളും വേണം, താഴ്മ വേണം. ഹല്ലേലൂയ. അടുത്ത് മറ്റൊരു കാര്യം, അഹങ്കാരം ബന്ധങ്ങളെ തകർക്കും. ഓക്കെ, താഴ്മ ബന്ധങ്ങളെ നിലനിർത്തും. ശരിയാണോ? അഹങ്കാരം എന്തു ചെയ്യും? ബന്ധങ്ങളെ തകർക്കും. താഴ്മ ബന്ധങ്ങളെ നിലനിർത്തും. എല്ലാവരോടും സമാധാനമായിരിക്കണം എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഓക്കെ, പ്രശ്നക്കാരെ ഒഴിവാക്കണം, പരിഹാസികളെ ഒഴിവാക്കണം, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ ഒഴിവാക്കണം ആ കാര്യത്തിൽ. എന്നാൽ ആരോടും കയ്പും വെറുപ്പും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് അശുദ്ധിയാണ്.
നമ്മുടെ ഉള്ളത്തിൽ ആരോടെങ്കിലും കയ്പോ വെറുപ്പോ പകയോ പിണക്കമോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അത് അഹങ്കാരിയുടെ ലക്ഷണമാണ്. എന്നാൽ താഴ്മയുള്ളവന് കയ്പുണ്ട് ഉണ്ടാകില്ല, സ്നേഹമുണ്ടാകും. ഹല്ലേലൂയ. നമ്മെ നശിപ്പിക്കുവാൻ വരുന്നവരുടെ അടുത്ത് പോലും, നമ്മെ ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് പോലും കയ്പോ വെറുപ്പോ ഉണ്ടാകരുത്. നമ്മെക്കുറിച്ച് ദോഷങ്ങൾ പറയുന്നവരുടെ അടുത്ത് പോലും, നമ്മെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നവരുടെ അടുത്ത് പോലും കയ്പോ വെറുപ്പോ ഉള്ളത്തിലുണ്ടാകുവാൻ പാടില്ല. ഉണ്ടായാൽ അത് അശുദ്ധിയാണ്. ആമേൻ. ഇങ്ങോട്ട് ഇവിടെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എന്താണ്? കയ്പ് വെറുപ്പ് ഉള്ളത്തിലുണ്ടായാൽ ദൈവത്തിൻ്റെ മുന്നിൽ അത് അശുദ്ധിയാണ്. താഴ്മ കയ്പിനെ കളയും, വെറുപ്പിനെ കളയും, പകയെ കളയും, പിണക്കത്തെ കളയും, സ്നേഹത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, നന്മയാൽ തിന്മയെ ജയിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രതികാരം ചെയ്യുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്, പ്രതികാരം യഹോവയ്ക്കുള്ളത്. കർത്താവ് പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ നിങ്ങൾക്കായി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്നുള്ള വചനത്തെ ചില വായ് തുറന്ന് ആരാധിക്കാൻ മടിയുള്ള ചില സഭകൾ വായ് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വചനത്തെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വചനം പറയുന്നു, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം? പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടുകൂടെ യഹോവയെ സ്തുതിപ്പിനെന്ന് 150-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഉച്ചത്തിൽ ശബ്ദമുയർത്തി ശക്തി കൊടുത്ത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കണം. എപ്പോൾ മിണ്ടാതിരിക്കണം? എന്തിനാ കർത്താവിടെ മിണ്ടാതിരിപ്പിൻ എന്ന് പറയുന്നത്? നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറയുന്നത് ആരാധിക്കാതെ വായി തുറക്കാതെ മിണ്ടാതിരിക്കുവാനല്ല ആ വചനം പറയുന്നത്. ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലത്ത് അവിടെ ദൈവം കൈകാര്യം ചെയ്യുവാൻ ദൈവം തയ്യാറാകുമ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കയറണ്ട എന്നാ പറയുന്നത്. നിങ്ങളെ പരിഹസിക്കുന്നവരെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ നിന്ദിക്കുന്നവരെ, നിങ്ങളെ നശിപ്പിക്കുന്നവരെ ദൈവം കൈകാര്യം ചെയ്യട്ടെ. ഹല്ലേലൂയ. നിങ്ങളത് വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തെ തടസ്സപ്പെടുത്തുകയാണ്. നിങ്ങൾ ദൈവത്തിന് ഇടം കൊടുക്കുമോ? കൊടുക്കില്ലേ? വിട്ടുകൊടുപ്പൻ, ദൈവത്തിന് ഇടം കൊടുക്കുവൻ. ഹല്ലേലൂയ. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് ഭക്ഷിപ്പാൻ കൊടുക്ക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഭക്ഷിപ്പാൻ കൊടുക്കുമ്പോൾ ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് ഗ്രീഷ്മയെ പോലെ വല്ലതും കലക്കി കൊടുക്കരുത്. ഓക്കെ? നശിപ്പിക്കാൻ കൊല്ലാൻ കണക്കിന് വല്ലതും കലക്കി കൊടുക്കരുത്. ആ ശത്രുവാണ് വന്നിരിക്കുന്നത്, ഞാൻ അവന് കുറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ, മീൻ ഞാൻ പൊരിച്ചു കൊടുക്കാം, എന്നാൽ ടേസ്റ്റായിട്ട് കൊടുക്കില്ല, ഞാൻ കരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അതിനെ കരിയാക്കി കൊടുക്കരുത്. അതൊക്കെ പകയും വെറുപ്പും ഉള്ളിലുള്ളപ്പോൾ ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളിൽ പ്രതീക്ഷിക്കുന്നു സ്നേഹം വേണം, താഴ്മ വേണം, അനുഗ്രഹത്തെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനുള്ള കാര്യങ്ങളെയാണ് കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 പത്രോസ് 5:6 വാക്യം വായിക്കാം. 1 പത്രോസ് 5:6. ബൈബിൾ വായിക്കുന്നവർ മൈക്കിൽ വായിക്കണേ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. എങ്ങനെ? എവിടെ താണിരിക്കണം? ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്. അതെങ്ങനെ ഇരിക്കും? വചനപ്രകാരം നിങ്ങൾ നിന്നാൽ മതി, വചനമനുസരിച്ച് ജീവിച്ചാൽ മതി, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ജീവിച്ചാൽ മതി. എന്ത് ചെയ്യുന്നു? നിങ്ങൾ താണിരിക്കുകയാണ്. താണിരിപ്പിൻ. ദൈവം പ്രവർത്തിക്കട്ടെ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. താണിരിപ്പിൻ. ഈ വചനം നല്ലൊരു വചനമാണ്. നിങ്ങളുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ വെക്കുവാൻ തക്കവണ്ണമുള്ള നല്ലൊരു വചനമാണ്. ഓക്കെ? സിനിമാ നടന്മാരും നടിമാരും
സിനിമയിലുള്ള ഡയലോഗുകളും കലാപരമായ ഫീൽഡിലുള്ള ഡയലോഗുകളും ഉള്ളത്തിലിരുന്നാൽ പോരാ. ദൈവത്തിൻ്റെ വചനം ഉള്ളിലിരുന്നാൽ അത് മഹത്വകരമായ മാറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ രജനീകാന്തിൻ്റെ ആണെന്ന് തോന്നുന്നു, ഒരു ഡയലോഗ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരു തടവൈ സൊന്നാൽ, എന്താ അത്? രജനീകാന്ത് ആണോ അങ്ങനെ പറഞ്ഞേ? ആണോ? ആണ്. അപ്പോൾ ഞാൻ ഒരു തടവൈ സൊന്നാൽ അങ്ങനെയാണോ? അത് 100 തടവ ഒരു തടവ സൊന്ന മാതിരിയാണോ? ഒരു തടവൈ സൊന്നാൽ 100 തടവൈ സൊന്ന മാതിരി അല്ലേ? അപ്പോൾ ഒരു പഞ്ചിങ് ഡയലോഗാണ്. ധാരാളം ആളുകൾക്ക് എന്താണ് ഈ ഡയലോഗുകൾ ഇഷ്ടപ്പെട്ടിട്ട് അവരത് പറഞ്ഞു നടക്കുന്നു. ഓക്കെ, നത്തിങ് റോങ്. ലൗകികമായി പറഞ്ഞാൽ തെറ്റില്ല, ഓക്കെയാണ്. പക്ഷേ ദൈവവചനവുമായി അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇതിനേക്കാൾ എത്രയോ മഹത്വമുള്ള, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊണ്ടുവരുന്ന, വിടുതലിനെ കൊണ്ടുവരുന്ന, രൂപാന്തരങ്ങളെ കൊണ്ടുവരുന്ന, വിലപിടിപ്പുള്ള മുത്തുകളെ പോലുള്ള എത്രയോ തിരുവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? ഏതിനാ വാല്യൂ? കർത്താവ് പറഞ്ഞ വചനത്തിനാണോ വാല്യൂ? രജനീകാന്ത് പറഞ്ഞതിനാണോ വാല്യൂ? ആർ യു ഷ്യൂർ? രജനീകാന്തും വിജയും അവരൊന്നും ദൈവത്തിൻ്റെ മുന്നേ ഒന്നുമല്ല. വിജയുടെ ഒരാളിവിടെ ഇരിപ്പുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വിളിച്ചാൽ ഫോൺ കിട്ടാത്തത് വിജയുടെ മീറ്റിങ്ങുകളിൽ ഇരിക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇവരെല്ലാവരെയും കാളും കർത്താവാണ് വലിയവൻ. കർത്താവിൻ്റെ വചനത്തിന് വാല്യൂ കൊടുക്കണം. ജീവൻ കളഞ്ഞ് ജീവന് തുല്യമായി കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് ജീവിതത്തെ മാറ്റും, അത് ജയത്തെ കൊണ്ടുവരും, അത് ആശീർവാദത്തെ കൊണ്ടുവരും, അത് തലമുറകളിൽ വലിയ വഴിത്തിരിവുകളെ ഉണ്ടാക്കും, അന്തരീക്ഷങ്ങളെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതിലാണ് വിഷയം. ലോകത്തിലെ മനുഷ്യന്റെ വാക്കുകൾക്കാണോ വില കൊടുക്കുന്നത്? അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കുകൾക്കാണോ വില കൊടുക്കുന്നത്? Whose report shall you believe? ആരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കും? ലോക മനുഷ്യന്റെ വാക്കുകളെയാണോ ദൈവത്തിന്റെ വാക്കുകളെയാണോ? ദൈവത്തിന്റെ വാക്കുകളെ ഏറ്റെടുക്കുവാൻ ജീവിതം മാറും, വഴിത്തിരിവുകൾ ഉണ്ടാകും, അവസ്ഥകൾക്ക് മാറ്റം വരും, നിരാശകൾ മാറും, മരുഭൂമിയുടെ അവസ്ഥകൾ മാറും. മരുഭൂമിയിൽ നീർവയെ അത് തുറന്നു തരും, പാറയിൽ നിന്നും ജലത്തെ അത് കൊണ്ടുവരും, ചെങ്കടലിനെ അത് പിളർക്കുമാറാക്കും, എരിഹോവിനെ അത് തകർത്തു കളയും, യോർദാനെ പിളർക്കുമാറാക്കും. ദൈവത്തിന്റെ വചനം ജയത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. താഴ്മയുള്ളവർ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ ഭയങ്കര ക്രേസ് കാണിക്കില്ല. എന്നാൽ അഹങ്കാരിക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ ഭയങ്കര ക്രേസ് ആയിരിക്കും. ഓക്കെ, അടുത്തൊരു കേൾവിച്ച് പറഞ്ഞേ. അഹങ്കാരി മറ്റുള്ളവന്റെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. താഴ്മയുള്ളവൻ സ്വന്തം കുറ്റം കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും നിങ്ങൾ അഹങ്കാരിയാണോ അഹങ്കാരിയല്ലേ എന്ന്. ഇത് ഞാൻ പറയുന്നത് കേട്ടു പോകാനല്ല, അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളിവിടെ ഈ വചനം കേട്ട് പുറത്തിറങ്ങുമ്പോൾ തന്നെ താഴ്മുള്ളവനായി ഇറങ്ങണം. ഓക്കെ, ഞാൻ ഈ വചനമൊക്കെ കേട്ടു, പക്ഷെ ഞാൻ അഹങ്കാരിയാണ്, എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ അഹങ്കാരിയാണ് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കാനല്ല ഇത് പറഞ്ഞു തരുന്നത്. അഹങ്കാരി താഴ്മുള്ളവനായി മാറണം. ഹല്ലേലൂയ. ഏതൊക്കെ തരത്തിലുള്ള പോരായ്മകളുണ്ടോ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിങ്ങളെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൾ അഹങ്കാരി മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ അവന്റെ ടെൻഡൻസി കൂടുതലാണ്. താഴ്മയുള്ളവൻ സ്വന്തം കുറ്റങ്ങളെ തിരുത്തുവാനുള്ള ടെൻഡൻസി അവന് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പാളിച്ചകളെ മാറ്റി നമ്മുടെ കാര്യങ്ങൾ നേരെയാക്കുവാൻ എപ്പോഴും ശ്രമിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഹല്ലേലൂയ. ഇനി നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പല പല കുറ്റങ്ങളും കണ്ടുപിടിക്കേണ്ടി വരും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ
നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറ്റം പിടിക്കുന്നത് നിങ്ങളുടെ തൊഴിലാക്കരുത്. കുറ്റം കണ്ടുപിടിക്കുന്നത്, കുറ്റം പറയുന്നത് നിങ്ങളുടെ തൊഴിലാക്കരുത്. സ്വയം തിരുത്തുന്നത്, സ്വയം നന്നാക്കുന്നത്, സ്വയം നേരെയാകുന്നത്, അത് നിങ്ങളുടെ സ്വഭാവമാകണം. ഹല്ലേലൂയ. കുറ്റം കണ്ടുപിടിക്കുന്നത്, തൊഴിലാക്കുന്നത് അത് അഡ്വക്കേറ്റുമാരുടെ പോലുള്ള കാര്യത്തിൽ. പക്ഷേ കുറ്റം തിരിച്ചറിയുന്നത്, തെറ്റ് തിരിച്ചറിയുന്നത് സ്വന്തം കാര്യത്തിൽ സ്വഭാവമാക്കിയാൽ അതുകൊണ്ട് വലിയ വികസനങ്ങളും വലിയ വഴിത്തിരിവുകളും വലിയ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനായി കഴിയും. നിങ്ങളുടെ ഓരോ കാര്യത്തെയും നിങ്ങൾ പരിശോധിക്കണം. ഞാൻ സംസാരിച്ചതിൽ അത് യുക്തമാണോ, ഉചിതമാണോ, അല്ല കുറ്റമുണ്ടോ, തെറ്റുണ്ടോ, അല്പം കൂടെ എങ്ങനെ നന്നാക്കാം എന്ന് സ്വയം ചിന്തിക്കാം. ഞാൻ പെരുമാറിയത്, ഞാൻ ഇടപെട്ടത് നന്നായിട്ടുണ്ടോ, അല്ല തെറ്റുകളുണ്ടായിരുന്നോ, അല്ല ഇതിനേക്കാളും ഇനി എങ്ങനെ നന്നാക്കാമെന്ന് സ്വയം ചിന്തിക്കാം. സ്വന്തമായി കുറ്റങ്ങളെ, തെറ്റുകളെ കണ്ടുപിടിക്കുകയും അതിനെ തിരുത്തുവാനും കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സ്വന്തം തെറ്റ് മനസ്സിലാക്കിയാൽ നിരാശപ്പെട്ടു പോകുന്ന മനസ്സ് നിങ്ങൾക്ക് വേണ്ട. അത് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. സ്വന്തം തെറ്റ് മനസ്സിലായി, സ്വന്തം കുറ്റം മനസ്സിലായി, അത് കാരണം നിങ്ങൾ മാനസികമായി തകർന്ന്, നിങ്ങൾ നിരാശപ്പെട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുക, തകർന്നു പോവുക എന്ന അവസ്ഥയിലേക്ക് പോകരുത്. അത് തിരുത്താം. ദൈവത്തിൻ്റെ മുന്നിൽ അതിന് പരിഹാരമുണ്ട്. കാൽവരി ക്രൂശിൽ കർത്താവ് ഒരു യാഗമായി മാറി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, നമ്മുടെ വേദനകളെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി മാറി. അത് ഏറ്റെടുക്കാം. എൻ്റെ പാപത്തിന്, എൻ്റെ തെറ്റുകൾക്ക്, എൻ്റെ കുറ്റങ്ങൾക്ക് കാൽവരി ക്രൂശിൽ കർത്താവ് ഒരു പരിഹാരമായി മാറി. എനിക്ക് ഒരു പരിഹാരം അവിടെ ഉണ്ട്. എൻ്റെ തെറ്റുകളെ ഞാൻ തിരുത്തുന്നു, എൻ്റെ കുറ്റങ്ങളെ ഞാൻ തിരുത്തുന്നു. ഇങ്ങനെയാകണം ഒരു ദൈവ പൈതലായിരിക്കേണ്ടത്. തിരുത്തുക, ഇനിയും നന്നാക്കുക. വചനം പറയുന്നു, വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. എങ്ങനെ ഇനിയും നന്നാക്കാം? എൻ്റെ പ്രാർത്ഥന ഇനി എങ്ങനെ നന്നാക്കാം? എൻ്റെ വചനധ്യാനം എങ്ങനെ നന്നാക്കാം? എൻ്റെ കൂട്ടായ്മ ഇനി എങ്ങനെ നന്നാക്കാം? എൻ്റെ ജീവിതം എങ്ങനെ നന്നാക്കാം? എൻ്റെ ചിന്തകൾ എങ്ങനെ നന്നാക്കാം? എൻ്റെ സംസാരം എങ്ങനെ നന്നാക്കാം? എൻ്റെ സ്വഭാവം എങ്ങനെ നന്നാക്കാം? എൻ്റെ പെരുമാറ്റം എങ്ങനെ നന്നാക്കാം? എൻ്റെ ഇടപെടലുകൾ എങ്ങനെ നന്നാക്കാം? എങ്ങനെ നന്നാക്കാം? ഇതാരന്വേഷിക്കും? താഴ്മയുള്ളവൻ അന്വേഷിക്കും. അഹങ്കാരിയോ എപ്പോഴും മറ്റുള്ളവന്റെ കാര്യത്തിൽ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്വയം തിരുത്തില്ല. പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ സ്വയം തിരുത്തിയാൽ തന്നെ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സ്വയം തിരുത്താമെങ്കിൽ, സ്വയം രൂപാന്തരപ്പെടാമെങ്കിൽ, സ്വയം മാറ്റങ്ങൾ വരുത്താമെങ്കിൽ പല പ്രശ്നങ്ങളും മാറിപ്പോകും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങൾ, പല തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും സ്വയം തിരുത്തിയാൽ മാറിപ്പോകും. സ്വയം തിരുത്താം. അടുത്തൊരു കൈ പിടിച്ച് പറഞ്ഞേ, മറ്റുള്ളവരെ തിരുത്തുന്നതിനേക്കാളും സ്വയം തിരുത്താം, സ്വയം നന്നാകാം, സ്വയം നേരെയാകാം. ചിലർ വിചാരിക്കും ഞാൻ എന്തിനാ മലയാളത്തിൻ്റെ പല പല പര്യായ പദങ്ങൾ പറയുന്നത്, ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദൈവ മക്കൾ ഇങ്ങനെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി താഴ്മയുള്ളവർക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം. ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയും, അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്. എന്താണ് അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്? അപ്രതീക്ഷിത അത്ഭുതങ്ങൾ, അപ്രതീക്ഷിത നന്മകൾ താഴ്മയുള്ള ദൈവമക്കൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. എന്നാൽ അഹങ്കാരിക്ക് എന്ത് പ്രതീക്ഷിക്കാം? അൺഎക്സ്പെക്റ്റഡ് ഡാമേജസ്, അൺഎക്സ്പെക്റ്റഡ് ഡിസ്ട്രക്ഷൻസ്, അപ്രതീക്ഷിതമായ നാശങ്ങൾ, അപ്രതീക്ഷിതമായ സംഹാരങ്ങൾ ആർക്ക് പ്രതീക്ഷിക്കാം? അഹങ്കാരിക്ക് പ്രതീക്ഷിക്കാം. താഴ്മയുള്ളവർക്ക് എന്ത് പ്രതീക്ഷിക്കാം? അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്, അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, അപ്രതീക്ഷിതമായിട്ടുള്ള അത്ഭുതങ്ങൾ ആർക്ക് പ്രതീക്ഷിക്കാം? താഴ്മയുള്ളവർക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എന്ത് വേണം? അൺഎക്സ്പെക്റ്റഡ് ഡാമേജസ് വേണമോ, അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് വേണമോ? ഇംഗ്ലീഷ് ആയിട്ടാണോ ഉണ്ടായിരിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും കൂടെ പഠിച്ചു പോകും. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായ. എല്ലാവരും പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്. എല്ലാവരും പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് മിറക്കിൾസ്.
ശരി, ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? അപ്രതീക്ഷിതമായ ദൈവിക അത്ഭുതങ്ങൾ വേണമോ, അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ അടി വേണമോ? എന്ത് വേണം? അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വേണം. അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? താഴ്മയോടിരിക്കണം. താഴ്മയുള്ള മക്കൾക്ക് പല സ്ഥലത്തും പല ബെനിഫിറ്റ്സുമുണ്ട്, പല നന്മകളുമുണ്ട്. പലതരത്തിലും അവരുടെ കുറവുകൾക്ക് പലർക്കും പല സ്ഥലങ്ങളിലും കോമ്പൻസേഷൻ കിട്ടും, കോംപ്രമൈസ് ഉണ്ടാകും. മനസ്സിലായോ? സോ താഴ്മ കൊണ്ട് വളരെ ഗുണമുണ്ട്. ദൈവമക്കളുടെ സ്വഭാവത്തിൽ ആരാധിക്കുന്ന മക്കൾക്ക്, ആത്മീകതയിൽ വളരുന്ന മക്കൾക്ക്, ആത്മീകമായി ഇടപെടുന്ന മക്കൾക്ക് താഴ്മ സ്വഭാവത്തിൽ ഉണ്ടായേ പറ്റൂ. അതവർക്ക് അനുഗ്രഹത്തിനും അവരുടെ ആത്മീക വളർച്ചയ്ക്കും അത് ഏറ്റവും ആവശ്യമാണ്.